ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്തൊക്കെയാണ് ഗൈസ് നിങ്ങൾക്ക് വിശേഷം? എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞങ്ങൾ എങ്ങോട്ട് പോണേന്ന് വെച്ചാൽ നമ്മൾ കോട്ട ഉത്സവത്തിനാണ് കേട്ടോ പോണേ. അതായത് നിറകൈതക്കോട്ടയിൽ ഇന്ന് ഉത്സവമാണ്. സോ അത് പ്രമാണിച്ചാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് തൊഴാൻ വേണ്ടിയിട്ടാട്ടോ പോയത്. അപ്പം ഞാൻ, പാറു, അജേച്ചി, അമ്മ, ഓക്കെ, ഞങ്ങൾ നാലാൾക്കാരും കൂടിയാണ് പോയത്. അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിന്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു ലോങ് വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ നിറകൈതക്കോട്ടയിലേക്ക് പോവുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് കാലമായി അമ്പലത്തിലൊക്കെ പോയിട്ട്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇന്നാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോണത്. പിന്നെ അങ്ങനെ ഇന്ന് എന്താ പറയുക, നമ്മൾ ഉത്സവം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കേനു. അപ്പോൾ ഇങ്ങനെ കുറേ നേരം ലൈനൊക്കെ നിന്നിട്ടാണ് നമുക്ക് ഈ പ്രസാദം കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ പിന്നെ ഈ പാറൊക്കെ ഉള്ളതുകൊണ്ട് ലൈനൊക്കെ നിൽക്കുമ്പോൾ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയത് കേട്ടോ. അപ്പോൾ ഇന്നെന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ നമ്മുടെ ഇവിടുത്തെ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാത്രിയാണ് ഇവിടെ മെയിനായിട്ട്, അതായത് നമ്മുടെ ഈ താലപ്പൊലിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രാത്രിയായിട്ടോ ഉള്ളത്. പക്ഷേ പകൽ ഇന്നിട്ടും ആൾക്കാരുണ്ടേനും. ഇവിടെ നമ്മൾ തൊഴാൻ വന്നതാണ് പകൽ. ഇപ്പം പകലങ്ങനെ കാര്യമായിട്ട് വേറെ പരിപാടികളൊന്നുമില്ല. രാത്രിയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന താലപ്പൊലി, പിന്നെ വെടിക്കെട്ട്, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ പകൽ സമയത്താട്ടോ പോയത്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നിറകൈതക്കോട്ടയിൽ നമുക്ക് മെയിനായിട്ട് രണ്ട് എന്താ പറയുക ഭാഗമുണ്ട്. അതായത് താഴത്തെ കോട്ടയിൽ ഉണ്ട്, അതുപോലെ കൂടാണ്ട് നമുക്ക് മേൽക്കോട്ടയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ താഴത്തെ ഈ ഒരു ഏരിയ നമ്മൾ എന്താ പറയുക നല്ലോണം പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ മേൽക്കോട്ടയിലേക്ക് കയറുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറേ നടക്കാണ്ട് കുറേ സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കയറിയിട്ടും ഇതൊക്കെ നടന്നിട്ടും വേണം നമുക്ക് നമ്മളെ എന്താ ഫൈനൽ സ്ഥലത്തേക്ക് എത്താനായിട്ട് കേട്ടോ. പിന്നെ വേറൊരു സീരിയസ് ആയ കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, പണ്ട് ഇവിടെ ഫുള്ള് കുരങ്ങന്മാരേനും. കുരങ്ങന്മാരെന്ന് വെച്ചാൽ മൊത്തം, അതായത് നമ്മളെ കൈമിലൊന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അമ്മാതിരി രീതിയിൽ നല്ല രീതിയിൽ കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം ഈടെയായിട്ട് ഇവിടെ കുരങ്ങന്മാരേ ഇല്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിലൊന്നും ഞാൻ വരാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങൾ പോയ സമയത്ത് നമ്മൾ ഒരു കുരങ്ങനെ പോലും കണ്ടില്ല കേട്ടോ. പണ്ട് അങ്ങനെയല്ലേനു. പണ്ട് ഇവിടെ എല്ലാ മുക്കിലും മൂലയിലും കുരങ്ങന്മാരായിരുന്നു. പിന്നെ ഈ കുളത്തിൻ്റെ സൈഡിലും, അതല്ലാണ്ട് നമ്മൾ മേൽക്കോട്ടയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ വഴിയാണത്. സോ ഈ സൈഡിലൊക്കെ കുരങ്ങന്മാരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇല്ല ഗൈസ്, അതൊന്നുമില്ല. ഒരൊറ്റ കുരങ്ങനെ പോലും ഞാൻ കണ്ടില്ല. പിന്നെ ഇവിടെ നമുക്ക് ഈ ലൈറ്റിൻ്റെ സംഭവങ്ങളും സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മേൽക്കോട്ടയിൽ എത്തിയിട്ടോ. സോ മേൽക്കോട്ടയിലും ഇതുപോലെ തന്നെ മൊത്തം ലൈനാണ്. ഈ നിൽക്കുന്നതൊക്കെ ലൈൻ, അതായത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് തൊഴാനായിട്ട് നിൽക്കുന്ന ലൈനാണ് ഗൈസ് ഇത്. അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെ നിന്ന് അങ്ങനെ കുറച്ച് നേരമൊക്കെ നമ്മൾ ലൈനൊക്കെ നിന്ന് കുറേ ആ ലൈൻ നിൽക്കുന്ന സമയത്ത് കുറേ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉള്ളിലെത്തുന്നത്. അങ്ങനെ ഉള്ളിലെത്തി നമ്മൾ തൊഴുതു. അങ്ങനെ കഴിച്ച് നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നാൽ കേട്ടോ. ഇവിടെ തന്നെയാണ്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നിന്നപ്പോൾ അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞാൽ നമുക്ക് സാധനമൊക്കെ കഴിഞ്ഞു പോയി എന്നുള്ളത്. ബട്ട് സ്റ്റിൽ അവസാനമായിട്ട് ഒന്നും കൂടെ നോക്കാനാണെങ്കിൽ കുറച്ച് ഇഡ്ഡലി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും സാമ്പാറുമാണ് നമ്മൾ കഴിച്ചത്. പിന്നെ കഴിക്കുന്ന സമയത്തൊന്നും പറയണ്ട, വിയർത്തൊല്ലിക്കുകയെന്ന് കഴിച്ചാൽ അമ്മാതിരി ചൂടേനും. പിന്നെ ചൂടും വേർപ്പും ഒക്കെ കൂടെ ആയിട്ട് ആകെ ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ പറയുക, ഈ നമ്മളെ ഇഡ്ഡലിയും പിന്നെ സാമ്പാറും അതുപോലെ ചട്നിയൊക്കെ കൂടി നമ്മൾ നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിച്ച് അങ്ങനെ അടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇവിടെ താലപ്പൊലി നടക്കുന്ന ആ ഒരു പറമ്പുണ്ട് കേട്ടോ. അവിടേക്ക് നമ്മൾ ജസ്റ്റ് നടക്കുക ചെയ്തേ. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അതിൻ്റെ വിഷ്വൽസ് ആണ് കേട്ടോ. പക്ഷേ അവിടെ താലപ്പൊലിയും കാര്യമായിട്ട് സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ രാത്രിയാണ് വരാൻ പോകണം. എന്നാലും നമ്മൾ ജസ്റ്റ് ഏതായാലും ഇവിടെ എത്തിയല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ആ താലപ്പൊലി പറമ്പിലും കൂടി ഒന്ന് ഞങ്ങൾ നാലാളും കൂടെ പോയിട്ടൊന്ന് നടന്നു കിട്ടും. അപ്പം അങ്ങനെ പോകുന്ന വഴിക്കാണ് അപ്പം നമ്മൾ ആന വരുന്നത് കാണുന്നത്. അതായത് എന്താണ് ഉത്സവം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആന ഉണ്ടേനു. അപ്പോൾ ആന ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ലൊരു വൈബ് ചെയ്യുന്നു. ആൾക്കാരൊക്കെ നല്ല ഉഷാറായി ഡാൻസൊക്കെ കളിച്ച് ആട്ടാണ് ആനേനെ സ്വീകരിച്ചത് കേട്ടോ. അപ്പോൾ അത് വേറെ കഥ. സോ അങ്ങനെ ആന എത്തി. നമ്മൾ ഉത്സവത്തിൻ്റെ കംപ്ലീറ്റ് വൈബും ഇങ്ങനെ ആയി വരുന്നുണ്ട്. കണ്ട എത്രയും ആൾക്കാർ ഇപ്പം തന്നെ രാവിലെ തന്നെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ രാവിലെ അങ്ങനെ വലിയ പരിപാടിയൊന്നും ഇല്ല, രാത്രിയാണ് നമുക്ക് മെയിൻ. പക്ഷേ എന്നിട്ടും പകൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്രയും ആൾക്കാരുണ്ട്. അപ്പം അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ആനേനെയൊക്കെ കണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നേരെ വീട്ടിലേക്ക് പോകാനുള്ളൊരു പരിപാടിയിൽ നോക്കുകയാണ്. അപ്പോൾ പോണതിന് മുന്നേറ്റ് ഇവിടുത്തെ കുളത്തിലേക്ക് ഒന്ന് ജസ്റ്റ് ഇറങ്ങി പിന്നെ കാലൊക്കെ ഒന്ന് കഴുകി. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ.
മനസ്സിലായില്ല. എന്താ പറയണ്ടോ? എന്തറിയാനാ, നല്ലൊരു ടെമ്പിൾ ഡേറ്റ് ആയിരുന്നു നമ്മളെ. നല്ല അടിപൊളിയായിരുന്നല്ലേ? അപ്പോൾ ഗൈസ് അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ. അപ്പം കൂടുതൽ വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്.